അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടാവും. അപ്പോൾ നമ്മളെ ഇന്നുള്ളത് പാലക്കാടിൻ്റെ സ്വന്തം ഊട്ടി എന്നറിയപ്പെടുന്ന നെല്ലിയാമ്പതിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മളിന്ന് ഫ്രീ ആയത് കാരണം നമ്മൾ 2 ബൈക്കിൽ 4 പേരും കൂടിയിട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ കാണാനാണ് നെല്ലിയാമ്പതി എന്ന് പറയുന്നത്. അതിന് സംഭവം അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളെന്തായാലും വീഡിയോ ഫുള്ളായിട്ട് പോയി കണ്ടിട്ട് പോവാം. ഓക്കെ, നമ്മൾ വരുന്ന സമയത്ത് കുറേ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെന്തായാലും വീഡിയോ ഫുള്ളായിട്ട് പോയി കണ്ടിട്ട് പോകാം. പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ പോയി കണ്ടിട്ട് പോകാം. ബൈ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ട്രിപ്പ് ഇവിടെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടാ. ഇതെവിടെ സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാലക്കാട് കിണാശ്ശേരിയാണ്. അപ്പോൾ കിണാശ്ശേരിയിൽ വെച്ചിട്ട് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ കൊടുവായൂർ നേരെ നെന്മാറന്ന് പോത്തുണ്ട് ഡാം വഴി നമ്മൾ നേരെ നെല്ലിയാമ്പതിക്ക് കയറണം. അങ്ങനെ നമ്മൾ നെന്മാറ പോകുമ്പോഴുള്ള കാഴ്ച ഉണ്ടതാ, 2 സൈഡ് പാടം. അപ്പോൾ പാലക്കാടിൻ്റെ ഭംഗി കൂട്ടുന്നതും ഈ ഒരു കാഴ്ചകളൊക്കെ തന്നെയാണ്. പിന്നെ തേക്കുംകാട്ടിൻ്റെ സെൻറ്ററിൽ കൂടെ നമ്മളിപ്പോൾ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നേരെ പോണത് നെന്മാറയ്ക്കാണ് കേട്ടോ. കൊടുവായൂരൊക്കെ നമ്മൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ നെന്മാറ പോകണം. നെന്മാറ പോയിട്ട് അവിടെ നിന്ന് അങ്ങനെയാണ് പോകാണ്ട്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ നേരത്തെ വീഡിയോ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ, നമ്മുടെ കൂടെ വരാനുള്ള 2 പേര് അവർ ഫസ്റ്റ് ഇവിടെ വന്നു. ഇപ്പോൾ എന്തായാലും അവരിനെയും കൂടി കണ്ടിട്ട് അങ്ങനെ ഒപ്പം കൊണ്ട് കയറാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് പോണത്. അപ്പോൾ ഫ്രണ്ടിൽ പോകണണ്ട അവരാണ് നമ്മുടെ കൂടെ വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പാടത്താണ് നെന്മാറ വെടിക്കെട്ട് നടക്കുന്നത്. അപ്പോൾ അമ്പലം ഈ കാണുന്ന കേട്ടോ അമ്പലം. അപ്പോൾ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ വെടിക്കെട്ടാണ് നെന്മാറ വെടി. ഇപ്പോൾ നമ്മൾ രാവിലെ തന്നെ നല്ല ഉഴുന്നുവടിയും സമ്മതിയും എങ്ങനെയുണ്ടാ? സൂപ്പർ സാധനം. എനിക്ക് നോട്ടെ, അവൻ നോക്കും ഒരു ഉഴുന്ന് പറഞ്ഞ കാണുന്നത്. അവൻ ചൂട് മാറാൻ വേണ്ടിട്ട് എടുത്തിങ്ങനെ വെച്ചാൽ അതിനൊക്കെ ഞാൻ എടുത്ത് ഇൻസ്റ്റാഗ്രാമില് പൂച്ച 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 വന്നു പൂച്ച. അവിടെ മാമൻ രാജേഷ് വെച്ചോളൂ വെച്ചോളൂ. രാവിലെ വേറെ നീ കഴിക്കായിരുന്നു കേട്ടോ. ഇത് കഴിച്ചിട്ട് നമുക്ക് നേരെ കയറാം. ഓക്കെ, വളരെ സൂപ്പറായി. അതേ മൂക്കായിരിക്കും, ഒരു മാറ്റമില്ല. എടുക്കണം, വണ്ടി എടുക്കണം, പോവാടാ. ഹെൽമെറ്റ് ഇട്ടാ, ഹെൽമെറ്റ് ഇട്ടാ. എടുക്കണം, വണ്ടി എടുക്കണം. വിട്ടോ വേളാ വേളാ പോട്ടെ പോണേ. എന്തിനാ സ്കൂളാ? സ്കൂളാണ് സ്കൂള്. ഇപ്പൊ നമ്മൾ നേരെ നെല്ലിയാമ്പതി. അങ്ങനെ നമ്മളിപ്പോഴേ പോത്തുണ്ടി ഡാമിലെത്തിണ്ട്. അപ്പോൾ ഡാമിലേക്ക് കയറാനുള്ള എൻട്രൻസ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡൊക്കെ ആയിട്ട് കുറേ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവർക്കൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ അവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ നിന്ന് മേടിച്ചിട്ട് പോവാം. പിന്നെ ലെഫ്റ്റ് സൈഡായിട്ട് കാണുന്നതാണ് അണക്കെട്ട് എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കുന്ന് പോലുള്ളതല്ലേ, ഇതാണ് കേട്ടോ അണക്കെട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് പോയിട്ട് പറഞ്ഞാൽ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ വണ്ടി നമ്പറും അതേപോലെ തന്നെ ഫോൺ നമ്പറും അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ട് വേണം നമുക്ക് ചുരം കയറാനായിട്ട്. നമ്മളിപ്പോൾ പോത്തുണ്ടിൽ നെല്ലിയാമ്പതി കയറുന്ന ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്പറും അതുപോലെ മൊബൈൽ നമ്പറും കാര്യങ്ങളും. മൊബൈൽ നമ്പർ 5 മണിക്ക് മുന്നേ ഇറങ്ങണം. അവിടെ ഇങ്ങനെയൊക്കെയാണ് സംഭവം. എഴുതി കൊടുക്കണമോ? അപ്പോൾ ടിക്കറ്റ് ആയിട്ട് തോന്നുന്നു. വണ്ടി നമ്പർ KL08. നാല് പേര്. 5 മണിക്ക് മുമ്പായിട്ട് ഇവിടെ എത്തണം. വഴിയിലെവിടെ നിൽക്കുമ്പോൾ ആനയുണ്ടാവും. കാട്ടിലെ വെള്ളക്കെട്ടങ്ങളൊന്നും ഇറങ്ങാൻ പാടില്ല. തിരിച്ചു വരുമ്പോൾ തരണം.
ഓക്കെ ഫോട്ടോ ഒന്നും എടുത്തിരിക്കട്ടാ. ഇല്ല ഇല്ല ഫോട്ടോ എടുത്തിട്ട് ഇരിക്കാൻ ഇടാൻ പാടില്ല. ഇല്ല 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 നിങ്ങൾക്ക് ഭക്ഷണ സാധനം ഇട്ടെടുക്കാൻ പറഞ്ഞ കേസാണ് കേട്ടോ. ആ ശരി ശരി കേസായിട്ട് പിന്നെ അയ്യോ അമ്മോ പറഞ്ഞു. അതെ ശരി എടുക്കെടുക്ക് മുണ്ടൂര് ആ മുണ്ടൂര് സെൻറ്റർ എടുക്കാം. ഇതെന്താ ഒരു പോത്ത് നമ്മളെ നോക്കി നിങ്ങൾ കുത്തും. ഇനിയിപ്പോൾ നമ്മളിവിടെ നേരെ ഹിൽസ് കയറാൻ പോണ്. ഫസ്റ്റത്തെ ഹിൽസ് ഡാമിന്റെ വ്യൂ ആണ്. നമുക്ക് അവിടെ വണ്ടി നിർത്തിയിട്ട് കാണാം. പക്ഷേ നമ്മളിപ്പോ അവിടെ എത്തി. നെല്ലിയാമ്പതി പോത്തുണ്ടി ഡാം. പോത്തുണ്ടി ഡാം. അതാ പോത്തുണ്ടി ഡാം. ഇതാണ് പോത്തുണ്ടി ഡാം. ഇതാണ് പോത്തുണ്ടി ഡാം. ഇതാണ് പോത്തുണ്ടി ഡാം. സിനിമാ നടി മാത്രമാണെന്ന് എനിക്ക് അറിയുള്ളൂ. വേറെ സിനിമ നടന്മാരും ഉണ്ടോ? മമ്മൂട്ടി വന്ന ഈ വിമാനം കണ്ടിട്ടാ പോകുള്ളൂ. എവിടെ മമ്മൂട്ടി വന്നല്ലേ ഈ വിമാനം കണ്ടിട്ടാ പോകുള്ളൂ. ആണെങ്കിൽ എനിക്ക് തെളിവുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഇവിടെ ചായ കുടിക്കോ? ഇതുവരെയായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് പറയണത് മമ്മൂട്ടി വന്നു അവിടെ ഏത് കളിയിലാ? ഇവന്റെ നാക്ക് കൂടുതൽ മമ്മൂട്ടി ചായ കുടിച്ചിട്ട് പോകുന്നതാണ് ഇസ്ലാം പറയുന്നത്. എനിക്ക് വിശ്വാസമില്ല. എനിക്കും വിശ്വാസമില്ല. ഞാൻ കണ്ടിട്ടില്ല. ചോദിച്ചിട്ട് മമ്മൂട്ടി കടയിൽ ചായ കുടിച്ചിട്ട് ചോദിക്കാൻ വേണ്ടി പോണ്. ഇല്ല പറഞ്ഞ ഇല്ല പറഞ്ഞ നാളെ കാണണ്ട. ചോദിക്കി സിനിമ നടനൊക്കെ വന്ന് ഫുഡ് കഴിക്കുന്നത് വന്നിട്ടുണ്ട്. ആരാ വന്നിട്ടുണ്ട്? ആദ്യം മമ്മൂട്ടിക്ക് വന്നു ഇവിടെ. മമ്മൂട്ടിയിലാ നിന്റെ സോമനായി. ആരാണ് അവിടെ ചായ കുടിച്ചിട്ടുള്ളത്? പോയി അപ്പൊ നമ്മുടെ ഇങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. കണ്ടില്ലേ? ഇതാണ് ഡാം. ഇതാണ് പോത്തുണ്ടി ഡാം എന്ന് പറയണത്. നമുക്കിപ്പോ ഇവിടെ നിന്നിട്ട് സമയം കളയാനുള്ള സമയമില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് മുകളിൽ പോയിട്ട് എല്ലാവരുടെയും കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് 5 മണിയാകുമ്പോഴേക്ക് തിരിച്ച് ഈ ചെക്ക് പോസ്റ്റിൽ എത്തണം. അത് കാരണം നമുക്ക് ഇവിടെ കുറേ നേരം നിൽക്കാൻ പറ്റില്ല. ഇനി നേരെ നമുക്ക് പോവാം. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ പോത്തുണ്ടി ഡാമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. വണ്ടി എടുത്തിട്ടില്ല, എടുക്കാൻ പോകണുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് നേരമൊക്കെ സമയം കളഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുത്ത് പോവാം. മേലേക്ക് പോവാം. ഓക്കെ. പോവാ, സമയമില്ല. വൈകുന്നേരം 5 മണിയാകുമ്പോഴേക്ക് തിരിച്ചെത്തണം. പോവാ. അതെ, അതുപോലെ നമ്മളെന്ന് പറയാൻ നമ്മൾ വിശ്വസിക്കുന്നില്ല. പോവാ. നമ്മൾ അവിടെ വണ്ടി എടുത്തിട്ടുണ്ട്. നമ്മളിനി നേരെ ഓടിക്ക് നെല്ലിയാമ്പതിക്ക്. അപ്പോൾ പോണ വഴിക്കുള്ള കാഴ്ച കാണിച്ചു തരാം. നമ്മുടെ കിങ് ഡ്രൈവറാണ് റിസ്വാൻ.
ഇവിടെ ഇത്രയും ആൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ആളുണ്ട് കണ്ടാ. നെല്ലിയാമ്പതി വന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വ്യൂ പോയിന്റ് ആണിത് കണ്ടാ. മാമൻ രാജേഷ് ഇവിടെ വിട്ടാ മതിയില്ല. നോക്ക് നിറയെ പുല്ല്. ഞാൻ മമ്മൂട്ടി ഇവിടെ എവിടെയും വന്നിട്ടാ. ഇപ്പൊ ഇവിടെ വന്നിട്ട് അങ്ങോട്ട് ചാടിയിട്ട് പറയോ? മമ്മൂട്ടി ഒടിയിലാണ്. അത് കട്ടിയില്ല. കഴിഞ്ഞു. അടുത്താണ് ഇവനെ പ്രത്യേകിച്ച് പറയണേ. അങ്ങനെ നമ്മളിപ്പോൾ നെല്ലിയാമ്പതി ടൗണിലെത്തിയിട്ടാണ്. ഇവിടെ കുറേ കൃഷിയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഓറഞ്ച് തോട്ടമൊക്കെ ഉണ്ട്. നമുക്ക് അതൊക്കെ കാണണം പറഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിൽ കയറണം. പക്ഷെ ഞങ്ങൾ അതൊന്നും കാണാൻ നിന്നില്ല. ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് സീതാർകുണ്ട് വ്യൂ പോയിൻ്റ് ആയിരുന്നു. നമുക്ക് നേരെ അവിടേക്കാണ് പോകേണ്ടത്. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ മെയിനായിട്ട് മുന്നോട്ട് പോകണത്. അപ്പോൾ ഇതാണ് സെൻറ്റർ, നെല്ലിയാമ്പതി സെൻറ്റർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അവിടെ കുറേ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ടൗണിൽ മാത്രമേ നമുക്കെല്ലാം കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഉള്ളിലേക്കൊക്കെ പോകുന്ന സമയത്ത് അവിടെ സൂസൈഡ് പോയിൻറ്റും അതുപോലെ തന്നെ കുറച്ച് നമുക്ക് സ്ഥലമൊക്കെ കാണാൻ പറ്റിയ അടിപൊളി സ്പോട്ടുകളൊക്കെയാണ്. അപ്പോൾ ഏത് സ്പോട്ടിൽ പോകുകയാണെന്നുണ്ടെങ്കിലും എന്താ ഈ ഒരു ജംഗ്ഷനിൽ നിർത്തിയിട്ട് നമ്മൾ വെള്ളമോ അല്ലെങ്കിൽ സ്നാക്സോ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് പോണതായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് പറയണത്. പിന്നെ കുറച്ച് അങ്ങോട്ടൊക്കെ പോയി എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗങ്ങളിലും കിട്ടിയെന്ന് വരില്ല. ഉണ്ടാവും എങ്കിൽ പോലും എല്ലാ ഭാഗങ്ങളിലും കിട്ടിയെന്ന് വരില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നേരെ പോണത് സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്കാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ കുറേ നേരത്തിന് ശേഷം നമ്മളിപ്പോൾ തേയിലത്തോട്ടങ്ങൾ കാണാൻ തുടങ്ങിയിട്ടാണ്. പിന്നെ നമ്മൾ പോണ റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും ശരിയല്ലാത്ത റോഡാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഫുള്ള് കൊണ്ടും കുഴിയും എന്താ പറയുക, ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലുള്ള ഒരു റോഡാണ് ഈ കാണുന്നതെന്ന് പറയുന്നത്. ഇതൊക്കെ ഭയങ്കര മോശമാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടേക്കാണ് റോഡൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഏകദേശം എല്ലാ ടൂറിസ്റ്റ് പ്ലേസിൽ പോയാലും ഇതാണ് അവസ്ഥ. റോഡായിരിക്കും മെയിനായിട്ട് കുളമായിട്ട് കിടക്കുന്നത്. അപ്പോൾ എന്തായാലും സംഭവം ബൈക്ക് റൈഡ് എന്തായാലും അടിപൊളിയാണ്. കാറ് കൊണ്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫീലൊന്നും കിട്ടില്ല കേട്ടോ. പക്ഷേ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു വണ്ടി ഓടിക്കാനും അതേപോലെ വണ്ടിയുടെ പുറകിലിരിക്കാനും. ഞാൻ പിന്നെ പോകുമ്പോഴാണെങ്കിലും വരുമ്പോഴാണെങ്കിലും വണ്ടി ഓടിച്ചിട്ടേ ഇല്ല, പുറകിൽ തന്നെ ആയിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കാനുള്ളത് കൊണ്ടാണ് എനിക്ക് വണ്ടി ഓടാനൊന്നും പറ്റാണ്ടായി കേട്ടോ. ഇതാ കണ്ട, പിന്നെ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവിടെയും. കുറേ പുഴയും അതേപോലെ ചെറിയ ചെറിയ അരുവികളും പിന്നെ ഡാം പോലത്തെ എന്തൊക്കെയൊക്കെയോ സംഭവങ്ങളുണ്ട്. പിന്നെ ഫുള്ള് തേയിലാണ്. അവിടെ നോക്കിയാലും തേയില, ഇവിടെ നോക്കിയാലും തേയില, എല്ലാവിടെയും തേയിലയാണ്. അതെന്തായാലും കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതാക്കണ്ട റോഡിൻ്റെ അവസ്ഥ.
അപ്പോൾ നമ്മളിപ്പോൾ പോണത് സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്കാണ്. അപ്പോൾ വ്യൂ പോയിന്റിലേക്ക് പോകാനുള്ള റോഡാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. റോഡ് ഭയങ്കര മോശമുണ്ടോ. എന്തായാലും ഇവിടുത്തെ അധികാരികൾ എന്തായാലും ഇത്രയും ടൂറിസ്റ്റ് അതായത് ടൂർ വരുന്ന ആളുകളൊക്കെ ഇഷ്ടംപോലെ വരുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ റോഡൊക്കെ ഒന്ന് റെഡിയാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ സംഭവം അടിപൊളിയായിരിക്കും. അവിടെ ഇവിടെ ആയിട്ട് നല്ല നല്ല കുഴികളൊക്കെ ഉണ്ട്. പിന്നെ മെയിനായിട്ട് എന്തായാലും ഏകദേശം എല്ലാ ഭാഗങ്ങളിലും കുളമായി കിടക്കുക തന്നെയാണ് റോഡ്. അപ്പോൾ നമ്മൾ നെല്ലിയാമ്പതി സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്ക് കയറുന്നതിന് മുന്നായിട്ട് അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ചെക്ക് പോസ്റ്റിൽ പോയിട്ട് നമ്മൾ വണ്ടി നമ്പറും അതേപോലെ മൊബൈൽ നമ്പറും അഡ്രസ്സൊക്കെ എഴുതി കൊടുത്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. ഇതാണ്ടാ അവിടെ പോയിട്ട് എഴുതി കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരതാ നമ്മുടെ വ്യൂ പോയിന്റ് തൊട്ടടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളെ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചായ കുടിക്കാനുള്ള ആ ഒരു സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഒരു കടയൊക്കെ ഉണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ചായ കുടിക്കാനുള്ള സൗകര്യം മാത്രമേ ഉള്ളൂ. ഫുഡൊന്നും കഴിക്കാൻ വേണ്ടിയില്ല, ഫുഡൊക്കെ താഴെ പോയി കഴിക്കണം. ഇനിയിപ്പോൾ നിൻ്റെ വാപ്പ നേരെ നമ്മൾ ആദ്യം പോയിട്ട് പറഞ്ഞാൽ അവിടെ സീതാർകുണ്ട് വ്യൂ പോയിന്റ് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിതാ ഇവിടെ നിന്നേ അവിടെ പോയിട്ട് നമുക്ക് ചായ എന്തെങ്കിലും കുടിച്ചിട്ട് നമുക്ക് നേരെ ഈ കാണുന്ന ഈ വഴിയിൽ കൂടെ നേരെ അതിങ്ങനെ കയറി പോകണം. അപ്പോഴേ നമ്മൾ അവിടെ വ്യൂ പോയിന്റിൽ എത്തുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ചായയും കുടിച്ചിട്ട് നേരെ അങ്ങോട്ട് പോകും. അപ്പോൾ അവിടെ വന്നിട്ട് നമുക്ക് ചായ കുടിക്കാൻ പറ്റും. പിന്നെ അങ്ങനെ നമ്മൾ ചായയും കുടിച്ചിട്ട് നേരെ വ്യൂ പോയിന്റിലേക്ക് പോകുമ്പോഴായിരുന്നു ഫാമിലി അവർ കഴിച്ചിട്ട് കിട്ടാണ്ടായപ്പോൾ നമ്മൾ നേരെ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പോയ 4 പേരും ഡ്രൈവർമാരാണ്. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടിൽ നിൽക്കുന്നവരെ നമ്മൾ എവിടെ കണ്ടാലും സഹായിക്കണ്ട. അതാണ് ഞങ്ങളുടെ ഡ്രൈവർമാരുടെ ഒരു പ്രത്യേക കഴിവാണത്. എങ്ങനെ നമ്മൾ അവരിനെ സഹായിച്ചിട്ട് നമ്മൾ അവരിനെ ഹാപ്പി ആക്കി ഇങ്ങനെ പോകണം, നമ്മൾ അവിടെ എത്തുള്ളൂ. ഓക്കെ, ഒരു കമ്പിയുണ്ട്, ഇത് കറക്കാനുള്ള കമ്പിയാണ്. അങ്ങനെ എല്ലാവരും കൂടി ഒരു നല്ല കാര്യം ചെയ്തു. അല്ലേ, അതൊരു വീഡിയോ എടുക്കുന്നത് അത് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ പറയും, നമ്മൾ പറഞ്ഞു ഡ്രൈവർമാരായതുകൊണ്ട് പറയും. എൻ്റെ പാൻറ്റും പോയി. ഇതാ വീഡിയോ കൊടുക്കാനും പറ്റണേ, ഫോട്ടോ എടുക്കാനും പറ്റണം. അപ്പോൾ നമ്മൾ സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്ക് പോകുമ്പോഴുള്ള വഴിയുണ്ട്. നമ്മൾ കുറച്ച് പേര് നടന്നു പോകണം. കാരണം അവിടെ അടിപൊളി വ്യൂ ആണ്. കാരണം ഇവിടെ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. നമ്മൾ കുറച്ച് പേര് ഒരു 300 മീറ്ററോളം നടക്കാനുണ്ട്. അത്രേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല. കുറച്ച് പേര് നടക്കണം. ഒരു ബാക്കിൽ വരുന്നിട്ടാ. അപ്പോഴേ നമുക്ക് നേരെ പോയിട്ട് ഞാൻ പോയിന്റ് കാണിച്ചു തരാം, അതായത് വ്യൂ പോയിന്റ് കാണിച്ചു തരാം. ഓക്കെ, നടക്കട്ടെ. കുറച്ച് വേണ്ട, വയറൊക്കെ ചാടി ഇതൊക്കെ നടന്ന് വയറൊക്കെ കളയട്ടെ. നടക്കാൻ പറ്റിയ റോഡ്. പിന്നെ വേണ്ട, നല്ല അടിപൊളി സ്ഥലം. എത്താനായിട്ടില്ല, കുറച്ചും കൂടി അങ്ങോട്ട് പോകാനുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് കാണിച്ചു തരാം. അതോ വീടല്ലേ. ഹായ് പറ, ഹായ് പറ, ടാറ്റാണെങ്കിൽ ഹായ് പറ. ഹായ്. ഓക്കെ, എന്താ പേര്? എന്താണ്?
ഷിജിനാ ആ സൂപ്പർ പേര് കേട്ടാ. വല്ല നടക്ക് വീഴണ്ട. അപ്പൊ നമ്മളിപ്പോ പോയിന്റിന്റെ അടുത്തെത്തിണ്ട്, വ്യൂ പോയിന്റിന്റെ അടുത്തെത്തിണ്ട് കേട്ടാ. ഇനിയാണ് കാഴ്ച. എടാ ഒന്നും കാണുന്നില്ലടാ, മൊത്തം മഞ്ഞ് മൂടി. എവിടെ ഇറങ്ങി നിൽക്കണേ? അത് ഇറങ്ങിക്കോ, താഴെ താഴെ എടുക്കാനാണല്ലോ. ഓക്കോ മൊത്തം മഞ്ഞ് മൂടി ഗൈസ്. പിന്നല്ലാണ്ട് റിസ്വാൻ, ഹലോ റിസ്വാൻ. ഇങ്ങോട്ട് ഹായ്. ഡോണ്ട് ആഹാ. ചാടണം നോക്കണ്. പാവങ്ങളുടെ നെല്ലിയാമ്പതി. പാവങ്ങളുടെ നെല്ലിയാമ്പതി, പാവങ്ങളുടെ ഊട്ടി. ഇതാണ് പാവങ്ങളുടെ ഊട്ടി എന്ന് അറിയപ്പെടുന്ന നെല്ലിയാമ്പതി. ഇത് ഒന്നും കാണാനില്ല, ഒന്നും കാണില്ല ഗൈസ്. അപ്പോഴേ ഇതാണ് നമ്മുടെ പാലക്കാടമ്മൻ്റെ സ്വന്തം ഊട്ടി എന്നറിയപ്പെടുന്നത്. കണ്ടാ ഇങ്ങനെയാണ്, പക്ഷേ മൊത്തം മഞ്ഞ് മൂടിയിരിക്കണ്ട, ഫുള്ളും മഞ്ഞ് മൂടിയിട്ട് നമുക്കൊന്നും കാണാനായിട്ട് പറ്റുന്നില്ല. കാരണം ബാക്ക് മൊത്തം ഫുള്ളായിട്ട് മഞ്ഞാണ്, ഒന്നും കാണാനായിട്ട് പറ്റുന്നില്ല. കുറച്ച് നേരം കൂടി നിന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും കാണാൻ പറ്റുമായിരിക്കും. ഷോക്കാണ് ഗൈസ്. അതാണ് ആശിന്റെ വീട്. ഏത്? അതിൻ്റെ അപ്പുറത്തെ എൻ്റെ വീടും, അതിൻ്റെ അപ്പുറത്തെ രാമൻ്റെ റിസ്വാൻ്റെ വീടും. എൻ്റെ വീട് കല്ലേക്കാട് എങ്ങനെ ഇവിടെ കാണും? ഒക്കെ കാണുമ്പോൾ നോക്കിയാ കണ്ണിന് പവറിനെ കാണും. ഹലോ ഗായ്സ്, എന്താണ് ഹലോ ഗൈസ്, ഇതാണ് കുടുംബത്തോടെ ടൂർ വന്നിക്കേ. നോക്ക് നല്ലോണം നോക്ക്, തല മുഴുവനെ നോക്കിയോ. ഓയ് എന്താല്ലേ, ഒരു കാര്യം അറിയണ്ട, ഒരു EMI അടയ്ക്കണ്ട, ഒരു വണ്ടി മേടിക്കണ്ട, AC റൂം വേണ്ട, വീട് വേണ്ട, ഒന്നും വേണ്ട. സുഖ നിദ്രത. സൂപ്പർ പരിപാടി. നിങ്ങളൊക്കെ യോഗം. അവിടെ നോക്കുക അവിടെ
നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കണം അങ്ങോട്ട് മാറ് അവിടെ പോയിരിക്കും അവിടെ പോയിരിക്കും നോക്കണേ ഒരു ഫോസ് കാണിക്കും ഫോട്ടോ എടുക്കട്ടെ ഒരു ഫോസ് കാണിക്കും ഇങ്ങോട്ട് നോക്കാം ഇവിടെ നോക്കാം റിസ്വാൻ ഇവിടെ നോക്കൂ റിസ്വാൻ അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മളെ നെല്ലിയാമ്പതി നമ്മൾ ഫുള്ള് അരിച്ച് പെറുക്കി എല്ലാം കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇതാണ് നെല്ലിയാമ്പതി എന്ന് പറയണത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഇവിടെ വന്നൊന്ന് ട്രൈ ചെയ്യുക. സംഭവം അടിപൊളിയാണ്. പാലക്കാട് ഇത്രയും നല്ല സ്ഥലം വേറെ ഉണ്ടായില്ലെന്നൊന്നും പറയാൻ പറ്റില്ലുണ്ട്, എന്നാലും ഇതൊരു അടിപൊളി സ്ഥലമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വരാത്തവരൊക്കെ വന്ന് വിസിറ്റ് ചെയ്യുക. സംഭവം സെറ്റാണ്. അപ്പോൾ ഇത്ര നേരം കണ്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നമ്മളെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ.